പശ്ചിമേഷ്യയിൽ നിന്ന് കേൾക്കുന്നത് സമാധാനത്തിന്റെ വാക്കുകളല്ല, മറിച്ച് സാമ്രാജ്യത്വത്തിന്റെ അധികാര ഗർവാണ്. ഇറാന്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയം തനിക്ക് വേണമെന്നും അത് പിടിച്ചെടുക്കുന്നത് വെറുമൊരു പബ്ലിക് റിലേഷൻസ് തന്ത്രമാണെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുറന്നു പറയുമ്പോൾ തകരുന്നത് ഒരു പരമാധികാര രാഷ്ട്രത്തിന്റെ നിലനിൽപ്പാണ്. 2025 ജൂണിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ബോംബാക്രമണം നടത്തിയ ട്രംപ് ഇപ്പോൾ ആ രാജ്യത്തിന്റെ ആസ്തികൾ കൈക്കലാക്കാൻ നടത്തുന്ന നീക്കങ്ങൾ ആധുനിക ചരിത്രത്തിലെ ഏറ്റവും വലിയ അധിനിവേശമായി മാറുകയാണ്. അമേരിക്കയുടെ വിദേശ നയം എക്കാലത്തും ഇരട്ടത്താപ്പുകൾ നിറഞ്ഞതായിരുന്നു. ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ട്രംപ് നടത്തിയ പരാമർശങ്ങൾ ആ മുഖംമൂടി അഴിച്ചു മാറ്റുന്നതാണ്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കപ്പെട്ടുവെന്ന് അവകാശപ്പെടുമ്പോഴും അവിടെയുള്ള യുറേനിയത്തിനായി അമേരിക്ക ദാഹിക്കുന്നത് എന്തിനാണ്? ഇത് കേവലം സുരക്ഷാ പ്രശ്നമല്ല, മറിച്ചൊരു ജനതയെ മുട്ടുകുത്തിക്കാനുള്ള രാഷ്ട്രീയ വേട്ടയാടൽ കൂടിയാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ചേർന്ന് ട്രംപ് നടത്തുന്ന ഈ നീക്കങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ പച്ചയായ ലംഘനം കൂടിയാണ്. യുദ്ധം അവസാനിച്ചിട്ടില്ലെന്നും ആണവ വസ്തുക്കൾ പുറത്തെടുക്കണമെന്നുള്ള നെതന്യാഹുവിന്റെ വാദം മറ്റൊരു വലിയ യുദ്ധത്തിനുള്ള വിത്താണ് പാകുന്നത്. 2015 ആണവ കരാറിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറിയ അമേരിക്ക ഇറാനെ ചതിക്കുകയായിരുന്നു. എന്നാൽ ക്രൂരമായ ഉപരോധങ്ങളെ അതിജീവിച്ച് ഇറാൻ നേടിയെടുത്ത ശാസ്ത്രീയ പുരോഗതി ഇന്ന് അമേരിക്കയെ ഭയപ്പെടുത്തുകയാണ്. പർവ്വതങ്ങൾ തുറന്നു നിർമ്മിച്ച അതിശക്തമായ ഭൂഗർഭ അറകളിൽ ഇറാൻ തങ്ങളുടെ ആണവ രഹസ്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്നു. ഈ വീര്യത്തെ തകർക്കാൻ ബോംബുകൾക്ക് കഴിയില്ലെന്ന് പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഹോർമൂസ് കടലിടുക്കിലെ സംഘർഷവും ഇന്ധനവില വർധനവും ലോക സമ്പദ് വ്യവസ്ഥയെ തന്നെ തകിടം മറിക്കുമ്പോൾ ട്രംപിന്റെ രാഷ്ട്രീയ ലാഭത്തിനായി ബലി കൊടുക്കപ്പെടുന്നത് ലോക സമാധാനമാണ്. ഇറാൻ ഉയർത്തുന്ന ചെറുത്തുനിൽപ്പ് സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെയുള്ള ലോകത്തിന്റെ തന്നെ ശബ്ദമാണ്.